ഇപ്പം ഈ ബാഗും ഫയലും റോത്തിൻ്റെ ടോയ്സ് ഉള്ളൊരു ബാഗും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ആവശ്യമെങ്കിൽ എടുത്തിട്ട് വരാമെന്നുള്ളൊരു വിചാരത്തിലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൂമിലേക്ക് എത്തി. LDRP തന്നിട്ട് ഈ റൂമിനെ പൊതുവെ പറയാം. ഇവിടെ ഇതാണ് കയറി വരുന്ന ഡോറ്. അപ്പോഴേക്കും ബാത്റൂം, പിന്നെ ഇതൊക്കെ അതാ ഷെൽഫ്, പിന്നെ ഒരു ബ്ലൂ അതൊക്കെ വേസ്റ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ. ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണോ? ഡോക്ടർമാർക്ക് കയറി നിൽക്കാനാണോ? പിന്നെ അതാ ഈ ബേസിന് ഇതൊക്കെ എടുക്കണം. ഹസ്ബൻഡൊക്കെ ഉണ്ടിട്ട് എനിക്ക്. പിന്നെ അതാ ഇങ്ങനെയാണ് സംഭവം. ഈ ഒരു ബെഡ് കണ്ട, ഇതൊരു ബെഡായിട്ടാണ്. ഒരു ബെഡ് അവിടെ ആ സൈഡിൽ കണ്ട, അവിടെ അത് ഒരു ബെഡ്. ഇതാണ് എൻ്റെ പേഷ്യൻറ്റിൻ്റെ ബെഡ്. ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ഡെലിവറി നടക്കും ചെയ്യാട്ടെ. ഈ റൂമിൽ തന്നെ വെച്ചിട്ട് തന്നെ. പിന്നെ അതാ ആ ജനിച്ച അപ്പം തന്നെ കുട്ടീനെ ഇവിടെ കിടത്തി അവർ കുട്ടിയുടെ മേത്തുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയുണ്ട്, എന്താണ്, ഏതാന്നൊക്കെ. ഇവിടെ ഇങ്ങനെ കർട്ടനൊക്കെ ഉണ്ട്. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ കർട്ടൻ കൊണ്ട് ഇങ്ങനെ മൂടും. അപ്പം ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ പോകാനൊന്നും പറയണ്ടല്ലോ, എല്ലാവരും ആരെങ്കിലും കൂടി ഇരിക്കണ്ടെങ്കിലൊക്കെ. പിന്നെ ഇത് തുറന്ന് ഇങ്ങനെ നമ്മുടെ കട്ട്ലറ്റ്സിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടോ കാണുന്നത്. ഇതൊക്കെ എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ളതാണ്. പിന്നെ മേത്ത് കയറിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്നിങ്ങനെയൊക്കെ ആക്കുക, എക്സസൈസാണ്. അപ്പോൾ ഓക്കെ. ഫ്രിഡ്ജ് ഇട്ടിട്ടോ, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ റൂമും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇവിടെ മമ്മി കിടക്കോടെ റോത്തിന് എന്താ ചായ് പഴംപൊരി വന്നു, ചേട്ടൻ കൊണ്ടുവന്നു തന്നു. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഡ്രസ്സ് നല്ല ഡ്രസ്സാണ്. നല്ല ബ്ലൂ എല്ലാ മെറ്റീരിയലില് ചെക്ക് വൈറ്റും ബ്ലൂവും വരുന്ന ടൈപ്പ്. ഇവിടെ എംബ്ലുണ്ട് പ്രായത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഒട്ടിക്കണം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. നാളേക്ക് കാണാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ വേണ്ട. നല്ല ചായക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. ഇങ്ങനെയൊക്കെയാണ്. ഈ ഫ്ലാസ്ക് നമ്മുടെ ഒന്നല്ല കേട്ടോ, ഇത് നമ്മുടെ കുട്ടീനെ കിട്ടിയ വശം അവർ ഇതിനുള്ളിലേക്ക് കുളിപ്പിക്കുന്നു തോന്നുന്നുണ്ട്, കഴുകും. അതിനാണിത്. LDRP ഇഞ്ചൻ 2 ബനാന ഫ്രൈ ചെയ്തേക്കണേ. ഫസ്റ്റത്തെ കിട്ടി. പിന്നെന്താ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ വീഗലാൻഡിൽ ഇങ്ങനെ ഫ്രീ ചെയ്യട്ടെ. ഫസ്റ്റ് പോയി നിൽക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ കുത്ത് കണ്ടപ്പോ? കുറച്ച് ഹാപ്പിയായി. എനിക്ക് സന്തോഷം എടുക്കണല്ലോ. ആള് വിചാരിക്കുന്നത് ഇത്ര കാലത്തിൻ്റെ ഒക്കെ പണിഷ്മെന്റ് ഇപ്പൊ കാണാൻ പോവാണ്. എനിക്ക് സന്തോഷം മുഖത്ത്. പേടിക്കണ്ട, നീ കൊറേ സൂം ചെയ്തിട്ടുണ്ടാക്കണ്ടല്ലോ. സന്തോഷം ഉണ്ടാക്കി. ഞാൻ അങ്ങനെയെങ്കിലും എന്നോടുള്ള ദേഷ്യം പൊക്കോട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വിറ്റാമിൻ്റെ കുറവ് പറയുമ്പോൾ കുറേ സാധനങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. നോക്കൂടെയൊക്കെ തരുമോ? പിന്നെ ഇനി നാളെ
ഇപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നാളെ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നാളെ ഒരു ഈവനിങ്ങിനെ ട്യൂബ് ഇടും. ട്യൂബ് ഇട്ടിട്ട് അറിയാലോ, അതിങ്ങനെ വികസിച്ചിട്ട് താഴത്തേക്ക് വീഴുന്നത് എന്താണോ. റൂത്തിൻ്റെ എനിക്ക് സെയിം ആയിരുന്നു. ഏകദേശം പിടുത്തമൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഫ്രൈഡേക്ക് ആവുള്ളൂ. ഫ്രൈഡേ ഒരു ഉച്ച പിടിച്ചോ അപ്പോഴേക്കും ആവുള്ളൂ സംഭവം. അല്ലാണ്ടൊന്നും നടക്കുന്ന കേട്ടല്ല. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇന്നലെ പിന്നെ സിനിമ മന്ദാകിനി പടം കണ്ടു. മിനിഞ്ഞാന്ന് ഗുരുവായൂരമ്പലം പടം കണ്ടു. പാരഗണ്ട ഫുഡൊന്നും കഴിക്കാൻ ഇവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് തന്നെ പറ്റുള്ളൂ കേട്ടോ, ക്യാൻറ്റീന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് വിശേഷം. വേറെ ഒന്നുമില്ല. എന്നെ കുറച്ച് കഴിഞ്ഞാൽ മറ്റേ മോണിറ്റർ ചെയ്യാൻ വരും, ഈ നമ്മുടെ ബേബിയുടെ ഹാർട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. എല്ലാവരും ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇതൊക്കെ ഇടുള്ളൂ. ഈ നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റില്ല ഈ വീഡിയോസൊന്നും. അപ്പോൾ ഓക്കെ. എനിക്ക് ഇന്നും അറിഞ്ഞൊന്നുമില്ല. ഗ്രാഫ് നോക്കും. അത് കഴിഞ്ഞാൽ നാളെയും പ്രത്യേകിച്ച് പിന്നെയും മോർണിംഗ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും ഗ്രാഫ് നോക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ട്യൂബിടും. പിന്നെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഉണ്ടാവണേന്ന്. ഓക്കെ. നൈറ്റ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ ഫുഡ് ടൈം വന്നു. ഞങ്ങളൊക്കെ ക്യാൻറ്റീനിലാണ്. എൻ്റെ ബെഡൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ബെഡാ ഞാൻ യൂസ് ചെയ്തപ്പോഴേക്കും ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ഗ്രാഫ് എടുക്കാൻ, ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുഡ് ഞാൻ നേരത്തെ കഴിക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വിശേഷം ഗൈസ്. റൂത്തിൻ്റെ ഡ്രോയിങ് ബുക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ. അവൾ വന്നാൽ അവൾക്ക് വരയ്ക്കാം. ഫ്രൈഡ് റൈസ്, ചിക്കൻ പെരട്ട്, ചില്ലി ചിക്കൻ ഗ്രേവി ഒക്കെയാണ് ഞങ്ങൾ ഫുഡ് പറഞ്ഞിരിക്കുന്നത്. നാളെ തൊട്ട് എനിക്ക് ലൈറ്റ് ഫുഡാണ് പാടുന്നത്. റൂത്ത് കുട്ടപ്പൻ അമ്മയുടെ അടുത്തുണ്ട് കൊടുക്കുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് കൊടുക്കുന്നു. ഇവിടെയും കിടക്കുന്നു. ഇതാണ് എന്റെ ബെഡ്. ബെഡ് പൊടി ഉണ്ട് കേട്ടോ. ഇവിടെ ആകെ 2 പേർക്കാ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. 3 പേര് നിൽക്കണ്ട് ഗൈസ്. റൂത്തിനൊന്നും ആണിൽ കൂട്ടിയിട്ടില്ല. റൂത്തൊക്കെ കുഞ്ഞു കുട്ടിയാണെങ്കിലേ കൂട്ടിയിട്ടുള്ളൂ. നാവുകൊണ്ട് വലുതായിരുന്നു എങ്കിലും. നെക്സ്റ്റ് മോർണിംഗ് 2 ഗ്ലാസും ഫ്ലാസ്കും. ചായ കുടിക്കണ്ട മമ്മി? ഫ്ലാസ്ക് അത്ര നല്ല ഫ്ലാസ്ക് ഒന്നുമില്ല, ചൂടാവാൻ പെട്ടെന്ന്. ചായക്ക്
ഞാൻ മോളിന്റെ അതിലത്തെ ബെഡ്ഷീറ്റ്, ടർക്കി. അച്ചോ 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 അച്ചോ. എൻ്റെ അടുത്ത് കുളിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ചായ, ഹോർലിക്സ്, റൂത്തു അപ്പ അവിടെ കളറിങ് ആണ്. മമ്മിയോടെ മമ്മിക്ക് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. എനിക്കിത് ഇവിടെ അമർത്താൻ തന്നിട്ടുണ്ട്. ഗ്രാഫ് ഇത് ഹാർട്ട് ബീറ്റ് കേൾക്കണം. അങ്ങനെ വിശേഷങ്ങൾ. കുറച്ച് കഴിഞ്ഞ് ട്യൂബിട്ട് PVക്ക് ചെയ്ത് തുടങ്ങും. ഈ റൂമിൽ ഈ സൈഡിൽ കണ്ട എനിക്ക് വേണ്ട സംഭവങ്ങളാണ് കേട്ടോ. ഗ്ലൗസുകൾ, അതുപോലെ വാട്ട്, ഇങ്ങനെ ഗ്ലൂക്കോസോ അങ്ങനെ വേദനിപ്പിക്കാനുള്ള മരുന്ന്, അങ്ങനെയൊക്കെ വേദന തരാനുള്ള മരുന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഗ്ലൗസ് സാധനങ്ങളൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്നത് കാണാട്ടോ. പിന്നെ ഉണ്ണിയുടെ ഷീറ്റ്, ഉണ്ണിയുടെ നമുക്കപ്പം തന്നെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് തരാനും സിസേഴ്സ് കണ്ട ഇങ്ങനത്തെ ഈ വക സംഭവങ്ങൾ. ട്യൂബ്, എനിക്ക് ട്യൂബൊക്കെ ഇടാൻ PV ചെയ്യാനുള്ള സാധനങ്ങൾ. ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി പോയത് ഓറഞ്ച്. റോട്ടൂസ് അപ്പയുടെ കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിതാ ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചെന്താ, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഗൈസ് കേൾക്കും വെക്കും. എന്തൊരു വൈറ്റ് കളർ വരുന്നുണ്ട്. പിന്നെ നാളെ കുളിച്ച് ഇവിടെ ഇങ്ങനെ മെടഞ്ഞിടാ, ഞാൻ അങ്ങനെ പറയാം, മെടഞ്ഞിടാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഞാൻ എൻ്റെ ഹെയർ കെട്ടിയതൊക്കെ നോക്കായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഹെയർ കെട്ടിയിട്ടുള്ളത് 10th പഠിക്കുമ്പോൾ നമ്മുടെ കോൺവെൻറ്റിൽ, സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലേക്ക് സെൻറ്റ് മേരീസിൽ പഠിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ഈ ടൈപ്പ് കെട്ടിയിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കെട്ടാണ് കേട്ടത്. കാരണം 2 സൈഡ് മെടയും വേണം, മേട്ട അത് മടക്കി കെട്ടും വേണം, കൂടാത്തതിനൊരു റിബണോ ഒരു തരും. പഴയ ഓർമ്മകളിലേക്ക് പോയി ഞാൻ. അടച്ചാ മതി കുഞ്ഞെ, നന്നായിട്ട് ക്ലാമ്പ് ചെയ്തിട്ടുണ്ടോന്ന്. പിന്നെ
അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതില്ലെന്ന് അത് സമയം നമ്മൾ മിക്സിയിലടിക്കുമ്പോൾ കൊറേ കാലും കൈയൊക്കെ പൊക്കണം.